വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലൂമിംഗ് ഇൻ ബാൺസ്ലി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. വളരെയധികം ആൾക്കാർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഒരു കോട്ടയം സ്റ്റൈലിൽ സിമ്പിൾ ഫിഷ് കറി. അപ്പോൾ ഈ ഫിഷ് കറി എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു ചട്ടി ഉണ്ടെങ്കിൽ ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെക്കുക. ചട്ടി ഇല്ലാത്തവർ നമ്മൾക്ക് ചൂട് കട്ടിയുള്ളൊരു നല്ലൊരു തവയിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചട്ടിയിലാകുമ്പം നമുക്ക് ഈ ഫിഷ് കറി ഒരു 3-4 ദിവസത്തേക്കിന് പുറത്ത് വെക്കാൻ, രാവിലെയും വൈകിട്ടും തിളപ്പിച്ചാൽ മാത്രം മതി. ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് ചീത്തയാവത്തില്ല അങ്ങനെ വെളിയിലിരുന്നാലും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം നന്നായിട്ട് ചട്ടി ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളൊരു വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. ഞങ്ങളുടെ വീട്ടിൽ എല്ലാത്തിനും സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് യൂസ് ചെയ്യുക. ഒരു 3-4 സ്പൂണ് എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ആ എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മീൻ കറിക്ക് വേണ്ടിയ മീന് ഇത് നെയ്മീനാണ് കേട്ടോ. ഈ നെയ്മീൻ എന്ന് പറയുന്നത് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബാൺസ്ലി മാർക്കറ്റിനകത്തുള്ള ശ്രീലങ്കൻ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു വെനസ്ഡേയിലാണെന്ന് തോന്നുന്നു ഫ്രഷ് ആയിട്ടുള്ള മീൻ കൂടുതലും കിട്ടുന്നത്. ട്യൂസ്ഡേ ഈവനിങ് അല്ലെ വെനസ്ഡേ എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട്. അപ്പം ഇതൊരു 800 ഗ്രാം മീനുണ്ട്. അപ്പം ഇതിന് എങ്ങനെയാണ് കറി വെക്കുന്നത്? നമ്മൾ അടുപ്പത്ത് ഓൾറെഡി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിനകത്ത് കുറച്ച് മസാല മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്ത് ഞാനെപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കാശ്മീരി ലാൽ മിർച്ചി, അതായത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്യുന്ന ഒരു 3-4 സ്പൂണ് 4 സ്പൂണിൻ്റെ 4.5 സ്പൂണ് മുളക് പൊടി, അത് കഴിഞ്ഞിട്ടൊരു 1 സ്പൂൺ നിറയെ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മതി കേട്ടോ. ഇത്രയും സാധനത്തിന് ഇതിനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചാലിച്ച് വെക്കുക. ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ നന്നായിട്ടൊരു ക്രീമായിട്ട് മിക്സ് ചെയ്ത് വെക്കണേ. അപ്പം നമ്മുടെ മസാല ഓൾറെഡി ഞാൻ മിക്സ് ആക്കി വെച്ചു. ഇതിനകത്താകെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഈ 3 സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് നമ്മുടെ ചട്ടിയിലിരിക്കുന്ന എണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും ഒരു ശക്കല, ഇത്ര മാത്രം, ഇത്രയും വേണ്ട, ഇത്രയും ഉലുവ ഇടാം. ഉലുവ ആദ്യമേ കടുകിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കയ്പ്പ് വരും കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഉലുവ എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഉള്ളി ഒന്നും ഇടുന്നില്ലേ, കാരണം ഇത് വെളി വെക്കുന്നതുകൊണ്ട്. അതിനകത്ത് കുറച്ച് കരിയാപ്പില ഉണ്ടെങ്കിൽ കരിയാപ്പില ഇടുക. കരിയാപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നല്ല വലിയ 2 സ്പൂൺ അല്ലെ 3 സ്പൂണ് ഈ എണ്ണയിലോട്ട് ഇടും. അതിനെ നന്നായിട്ട് വരട്ടിയെടുക്കും. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ എണ്ണയിലോട്ട് ഇട്ടത് ഒന്ന് നന്നായിട്ട് വരണ്ട് വന്നു കേട്ടോ. കുറച്ച് നേരം ഒന്ന് വരട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അത് ഇതിനകത്തോട്ടങ്ങ് ഇടുക. നമ്മൾ പൊടിയായിട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ചൂടെണ്ണയിൽ ഈ ചട്ടിയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കിനും കരിയാനൊക്കെ സാധ്യതയുണ്ട്, അല്ലെ ഭയങ്കര കുത്തലിൻ്റെ മണം വരാനൊക്കെ ചെയ്യും. അപ്പം ഇതിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇടുമ്പം നല്ല കുറുകിയിരിക്കുകയും ചെയ്യും. നമുക്ക് കുറച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടും വരത്തില്ല. ഇതിനെ ഇങ്ങനെ നന്നായിട്ട് ഇനി എണ്ണ വിട്ട് വരുന്നിടം വരെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ കൂട്ടത്തിൽ നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കുക. ഇതിന്റെ ആ ഒരു നിറം ഒന്ന് മാറണം. ഒരു നല്ലൊരു ബ്രൗണിഷ് കളറിലോട്ട് ഈ റെഡ് നല്ല ചുമല നിറത്തിൽ നിന്നൊന്ന് മാറി എണ്ണ വിട്ട് ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും എണ്ണ വിട്ട് ഇതിങ്ങനെ ഉരുണ്ട് വരുന്ന പോലെ കുറച്ചു നേരം ഒന്ന് ഇളക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ മസാല ഇങ്ങനെ നന്നായിട്ട് എണ്ണ ഇങ്ങനെ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഇങ്ങനെ വരട്ടിയെടുക്കണം. വരട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ മസാല ഉണ്ടാക്കിയ ഈ പാത്രം ഒന്ന് കഴുകി അതിനകത്തോട്ട് ഒഴിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കൊടംപുളി അതിനകത്തോട്ട് കുറച്ച് വെള്ളത്തിൽ കഴുകി കഴിഞ്ഞിട്ട് ഒരു വെള്ളത്തിലിട്ട് അതുകൂടി ഇതിനകത്തോട്ട് ഇടുക. അല്ലെ ചുമ്മാ ഇട്ടാലും മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ആ ഗ്രേവി ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണേ. നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ചുകൂടെ വെള്ളം നന്നായിട്ട് ഒഴിച്ച് ഇതിനെ ഇത്ര വെള്ളം ആവശ്യമുണ്ട്. ഇത്ര വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിക്കാൻ വെക്കുക. തിളപ്പിക്കാൻ വെക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇതുവരെ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതിനകത്ത് ഉപ്പൂടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ വെക്കാം. ആ സമയത്തിന് നിങ്ങൾക്ക് മീനൊക്കെ കഴുകാനൊക്കെ ഉള്ള സമയമുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട കുറച്ചൊരു ഉപ്പിടുക. ഒരു സ്പൂണല്ല 2 സ്പൂൺ ഉപ്പ് വേണം. ഇത്ര ഉപ്പിട്ടു. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഇനി ഇത് തിളയ്ക്കാൻ വെക്കുക. തിളച്ച് കഴിയുമ്പോൾ അപ്പം ഈ മീന് വെച്ചിരുന്ന ആ മസാലയും വെള്ളവും എല്ലാം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിനകത്തോട്ട് മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തങ്ങ് ഇടുക. ഇതിനെ ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതിനെ ഈ തവി വെച്ച് ഇളക്കരുത്. ഇനി നമ്മൾ ഈ ആദ്യത്തെ തവണ ഒന്നൊന്ന് തവി വെച്ച് ഇളക്കി ഒന്ന് സെറ്റാക്കാം. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ മീൻ വേഗം തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ചട്ടി മൊത്തമായിട്ട് എടുത്തൊന്ന് ചുറ്റിക്കുകയേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ഇതിനെ ഇങ്ങനെ വെച്ച് മൊത്തം മീനും അതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി ജസ്റ്റ് അതിൻ്റെ നടുക്കൊന്ന് പതിയെ മീനെ ഒന്നും ഇതാകാതെ ഒന്ന് ഇളക്കുക നന്നായിട്ട്. ഇത്ര മതി. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം അത്രേ ഉള്ളൂ മീൻകറി. ഇനിയിപ്പോൾ ഒരു ചെറിയ മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോരുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്നാണ് ഇത് ശരിയായ രീതിയൊന്നും എനിക്കറിയില്ല. ഞാൻ മോരുകറി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, അത് കാണിച്ചു തരാം. അപ്പോൾ അതിന് എന്നൊക്കെ സാധനങ്ങളാണ് വേണ്ടെന്ന് കാണിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു തൈര് വേണം. പിന്നെ അത് കഴിഞ്ഞ് ഏത് സാധനവും ഞാൻ 2ആയിട്ട് എടുക്കുകയാണ്. അതായത് ഇപ്പം ഇഞ്ചി എടുത്തു. അപ്പം ഈ ഇഞ്ചി കുറച്ച് ഇഞ്ചി അരയ്ക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഒരു ശകല ഇഞ്ചി കടുക് താളിക്കാൻ വേണ്ടി. അതുപോലെ ഒരു വെളുത്തുള്ളി കടുക് താളിക്കാൻ, 1 അരയ്ക്കാൻ, ഒരു പച്ചമുളക് ഇവിടെ 2 അരയ്ക്കാൻ, ഒരു കുറച്ച് കരിയാപ്പില കടുക് താളിക്കാൻ, ഇത് അരയ്ക്കാൻ. അപ്പോൾ ഈ അരയ്ക്കാനുള്ളത് മൊത്തം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് തൈരും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഉള്ള തൈരങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് 2 ദിവസത്തേക്കിന് ഇരിക്കാൻ വേണ്ടിയായിട്ട്. ഈ മോരുകറിയൊന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മോശമാകത്തില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് എത്ര ദിവസം വേണേലും എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ തൈരെടുക്കുന്നു. തൈരെടുത്ത് കഴിഞ്ഞിട്ട് ആ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആ പാത്രം നന്നായിട്ട് അതിനകത്തെ തൈരെല്ലാം എടുത്ത് പാത്രത്തിലോട്ട് ഒഴിക്കുന്നു. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. നമുക്ക് ഒരുപാട് കുറുകിയ മോരിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിനകത്തൊരു ഒരു 1/4 ടീസ്പൂണാണെന്ന് തോന്നുന്നത്, സ്പൂണോ ഇതൊരു ശകലം ഒരു മഞ്ഞൾപ്പൊടി ഇടുക. ഇതിനകത്ത് ഒരു ശക്കല മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് ഉപ്പൂടിട്ടിട്ട് ഇതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം മോരിനുള്ളത് ഞാൻ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ അരച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കടായി വെച്ച് ചൂടാക്കാൻ വേണ്ടി അതിലോട്ടൊരു കുറച്ച് എണ്ണ. വീണ്ടും ഇത് വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞാനെല്ലാം സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണേ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി. ഇതിനകത്തോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അപ്പം ഞാൻ ആ എടുത്ത് വെച്ചിരുന്നതിനകത്ത് എൻ്റെ ചുമന്നുള്ളിയില്ല. അപ്പം ഞാനൊരു കുഞ്ഞ് സവോളയുടെ ഒരു സൈഡ് കട്ട് ചെയ്ത് കുഞ്ഞായിട്ട് അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പക്ഷെ ഞാൻ അരയ്ക്കുന്നതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ബാക്കി ഈ സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുഞ്ഞായിട്ട് അരിഞ്ഞ സവോളയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട സാധനങ്ങൾ ഒന്ന് മൂത്ത് വന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ ഗ്യാസ് ഏറ്റവും സിമ്മിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഈ അരച്ചത് എടുത്തൊഴിക്കുക. ഇത് ഒട്ടും തിളച്ച് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഇതിനകത്ത് മോരുകറി ഇത് 2 ദിവസത്തേക്കിന് വേണ്ടി ആയതുകൊണ്ടാണ് കുറേ കൂടുതൽ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളൊന്ന് ഇതിനെ തിളയ്ക്കാൻ വിട്ട് കൊടുക്കരുത്. ഇതിനെ നമ്മൾ ഇളക്കി ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് ആ മിക്സിയും കൂടെ ഒന്ന് കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ മോരുകറി റെഡിയായി. ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് നോക്കാം ഉപ്പ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. എൻ്റെ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ഉപ്പിന് ആവശ്യമില്ല. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റുക. ഒന്ന് ഈ ഒരു സ്റ്റീം പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഇതങ്ങ് നിർത്തുക. അപ്പം ഇത്രേ ഉള്ളൂ മോരുകറി ഉണ്ടാക്കുക. ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന മോരുകറി.
നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിൾ ലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള മീൻകറിയായി, മോരുകറിയായി. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. ഈ 3 സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ലൈക്ക് മീൻകറി വെക്കേണ്ട കാര്യമില്ല, മോരുകറി, ഉരുളക്കിഴങ്ങ് കറി. അപ്പം നമുക്കത് 2-3 ദിവസം നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് എണീറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഫുഡ് കഴിക്കാം. അപ്പം ഈ ഉരുളക്കിഴങ്ങാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഉരുളക്കിഴങ്ങ് ബാൺസിലി മാർക്കറ്റിനകത്തുള്ള ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിളിൻ്റെ ഷോപ്പുകളുണ്ട്. അവിടെ നിന്നാണ് നല്ല ഫാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അവിടെ നല്ല ഉരുളക്കിഴങ്ങൊക്കെ കിട്ടും. അപ്പം ഞാൻ 2 ഉരുളക്കിഴങ്ങിന്, വലിയ ഉരുളക്കിഴങ്ങാണ്, അതിനെ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ചെറുതായിട്ട് അങ്ങ് സ്ലൈസ് ചെയ്തിട്ട് നീളത്തിൽ അരിയുക. ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ നിന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചങ്ങ് കട്ട് ചെയ്യുക. കാരണം നമുക്കിങ്ങനെ ഓരോന്നോരോ സ്ലൈസായിട്ടൊക്കെ എടുത്തിരുന്ന് ഉണ്ടാക്കാനുള്ള സമയമുണ്ട്. അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്താലും നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്കുള്ള സാധനം കിട്ടും. എല്ലാം എങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ളത് നോക്കണം കേട്ടോ. ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളൊരു സമയം എടുത്തുണ്ടാക്കുക. എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ കണ്ടിച്ചു. ഈ 2 ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഇത് വലുതായതുകൊണ്ട് ആ സമയത്ത് കടായി അടുപ്പത്ത് വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക ചൂടാക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിന് വേറെ സാധനമൊന്നും വേണ്ട. കറിവേപ്പിലയും ഒരു സവാള വേണമെങ്കിൽ ഒരു സവാളയും കൂടി ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പകുതി സവാള ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക. ജസ്റ്റ് തിന്നായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്യുക സവാള. എണ്ണ ചൂടായി. ആ ചൂടായ എണ്ണയിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ടതിന് ശേഷം നമ്മളുടെ സവോളയും കറിവേപ്പിലയും കൂടെ അതിലോട്ടിടുക. സവോളയും കറിവേപ്പിലയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ കോട്ട് ചെയ്യുക. സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നു, ഒന്ന് ചുമന്ന് വന്നു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിനെ ഇതിനകത്തേക്ക് എടുത്തിടുക. ഇതിലിട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇടാനുള്ള സാധനങ്ങൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മസാലകളിടാം. നമുക്കിതിനധികം മസാലയൊന്നും വേണ്ട. ആകെ ഒരു സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, എന്നിട്ടൊരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഒരു സ്പൂൺ ഇടുക, അല്ലെങ്കിൽ ഗരം മസാല കേട്ടോ. ഇത്ര സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊത്തി വെക്കുക. ഇതിനെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഈ മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. അപ്പം ഈ ഉരുളക്കിഴങ്ങിൽ ഇറങ്ങുന്ന വെള്ളമുണ്ട്, അതിൻ്റെ ആവിയിൽ ഇതങ്ങ് വെന്തോളും കേട്ടോ. അപ്പം ഇതിനെ ഒന്ന് കുറച്ച് നേരം മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. ഇതിനകത്ത് അധികം വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങ് കുഴഞ്ഞു പോകും. അല്ലെ ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒരു ശകലം വെള്ളം സ്പ്രിങ്കിൾ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇതിനെ ഒന്ന് ഇളക്കി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്കറിയാം ഇത് വെന്തോ ഇല്ലയൊന്നും. അധികം വെച്ച് വേവിച്ച് അതിനെ അങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. അത് ഒന്നൊന്നായിട്ട് കിടക്കുന്ന പോലെ വേവിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വീട്ടിലൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോറും മീൻകറി, മോരുകറി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ 2 ദിവസം നമുക്ക് സുഖമായിട്ട് പോകാം. ഇനി തോരനൊക്കെ ഇഷ്ടമുള്ളവർക്ക് തോരനും ഉണ്ടാക്കാം. ഇനി അടുത്ത വീഡിയോയിൽ തോരനുണ്ടാക്കാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ സിമ്പിളായിട്ട് തോരനുണ്ടാക്കുന്നത്. ശരി, എന്നാൽ അപ്പം ഞാൻ ഇതൊന്ന് റെഡി ആയി കഴിയുമ്പോഴത്തേനും കാണിച്ചു തരാവേ. അപ്പം മീൻകറി നമ്മുടെ റെഡിയായി, നന്നായിട്ട് തിളച്ച് ഒരു 10-15 മിനിറ്റ് വെന്തു, എല്ലാം ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിനെ അങ്ങ് മൂടി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇനി ആകെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് നാളത്തേക്കിനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം രാത്രിക്ക് തന്നെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഇതിന് നല്ലതായിട്ട് മസാലയൊക്കെ പിടിക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കി ഉടനെ യൂസ് ചെയ്ത മീൻകറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഗ്രേവിക്ക് ഒരു ക്രീമി ടെക്സ്ചറൊന്നും വരണമെന്നില്ല. ഇനി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എല്ലാ ദിവസവും ഇനിയിപ്പോൾ ഇന്ന് തൊട്ട് വൈകിട്ട് രാത്രിക്കും രാവിലെ എണീക്കുമ്പോഴും ഇതിനെ ഒന്ന് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഇങ്ങനെ വെക്കുക ഇവിടെ തന്നെ. അപ്പോൾ ഇതിനെ
നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ട കാര്യമില്ല, അത് ചീത്തയാകത്തില്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഈ മീൻകറി മോശമാകത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ മീൻകറി. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് മീൻകറി വെക്കാൻ വേണ്ടി. നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിയാൻ വയ്യെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും മോശമാകത്തില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഉച്ചയൂണ് റെഡിയായി. ഇത് നമുക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് ഈ 1-2 കറി മാത്രം ഉള്ളത്. ഈ വെളിരാജ്യത്ത് താമസിക്കുന്നവർക്കൊക്കെ ഇത്രയും കറി മതി തൽക്കാലം. ഇത് തന്നെ നമുക്ക് ലാവിഷാണ്. അപ്പം ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, മീൻകറി, മോരുകറി, ചോറ് റെഡിയാണ്. ഇനി നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൊരു സിമ്പിൾ ലഞ്ച് റെസിപ്പിയുടെ വീഡിയോ. അപ്പം ഇനി വീണ്ടും അടുത്ത വേറെ കറികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. തോരനൊക്കെ ഉണ്ടാക്കാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ബിഗിനേഴ്സായിട്ട് കുക്കിംഗ് ചെയ്യുന്നവരൊക്കെ ഇതുപോലൊക്കെ നോക്കി ചെയ്യണം. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ഇന്ന് മീൻകറി എടുത്തതാണ്, അല്ലെങ്കിൽ ഈ മീൻകറി നാളത്തേക്കിനുള്ളതാണ്. അപ്പോൾ നാളത്തേക്കിന് ഇതിന് കുറച്ചുകൂടെ കളറൊക്കെ വന്ന് നല്ല കൊഴുത്ത ഗ്രേവിയൊക്കെ ആയിട്ട് തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.